വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് മാർച്ച് 18 പറയുന്നത് ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ഈ ഒരു സ്ഥലത്തിന് 100 വർഷം മുമ്പേ എത്തിച്ചേരുമെന്ന് പറഞ്ഞാൽ ഒരു പുണ്യം സ്ഥലം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെന്റിനറി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്, ഒരു പേഴ്സണാലിറ്റി, ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറായിട്ടോ ഒരു ഫ്രീഡം ഫൈറ്ററായിട്ടോ മാത്രമല്ല നമ്മൾ നോക്കുന്നത്. പക്ഷേ ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എംബോഡിമെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലേ. ഈ എംബോഡീസ് സർട്ടൻ പ്രിൻസിപ്പിൾസ്. ആ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈവൻ 100 വർഷം കഴിഞ്ഞ ശേഷവും റിലവൻ്റ് ആണ്. ഓർ മേ ബി ഈവൻ ഒരു 500 വർഷം കഴിഞ്ഞ ശേഷവും അത് റിലവൻ്റ് ആയിരിക്കും. ഒരു എറ്റർണൽ പ്രിൻസിപ്പിൾസ് ആണ് ഗാന്ധിജിയുടെ ഒരു ലൈഫിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അഹിംസയാണ്. ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബ്രിട്ടീഷ് ഈ ഒരു നാട്ടിനെ റൂൾ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ നമുക്ക് ഗാന്ധിജി തന്നത് അഹിംസയാണ്. ബോയ്ക്കോട്ടും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും കൂടിയാണ് ആ ഒരു മൂവ്മെൻ്റ് ഉള്ളത്. പക്ഷെ ഇന്നത് റിലവൻ്റ് ആണ് തീർച്ചയായിട്ടും. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ വയലൻസ് കൂടി വരുന്നുണ്ട്, മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വയലൻസ് കൂടുന്നുണ്ട്. മയക്കുമരുന്ന് കളിച്ച ഈ കുട്ടികളും യുവാക്കളും അവരുടെ അച്ഛനമ്മയും തന്നെ മറന്നു പോവുകയാണ്. അവർക്കെതിരെ, ഫാമിലി കുടുംബങ്ങൾക്കെതിരെ, ഫ്രണ്ട്സ്ക്കെതിരെയാണ് ഇപ്പോൾ അതിക്രമങ്ങൾ നടക്കുന്നത്. ഒരു ഫിസിക്കൽ വയലൻസ് മാത്രമല്ല ഗാന്ധിജി പറയുന്നത്, ഈവൻ ഒരു എമോഷണൽ അബ്യൂസ്, ട്രോമ എല്ലാം ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര മാതൃകയിലാണ് സൈബർ ബുള്ളിങ്, സോഷ്യൽ മീഡിയ വഴി ട്രോൾസ് നോക്കുന്നത് അല്ലേ. സോ റിലവൻ്റ് ആണോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫിസിക്കൽ വയലൻസ് മാത്രമല്ല, ഈവൻ എമോഷണൽ അബ്യൂസ്, ട്രോമ എല്ലാം ഒഴിവാക്കണമെന്നാണ് ഗാന്ധിജിയുടെ ഒരു അഹിംസ പ്രിൻസിപ്പൽ നമുക്ക് പറഞ്ഞത്. രണ്ടാമത്തെ പ്രിൻസിപ്പൽ സത്യ എന്ന് പറഞ്ഞാൽ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ആണ്. നമ്മുടെ എല്ലാ നമുക്കൊരു പബ്ലിക് ലൈഫ് ഉണ്ടാവും, പേഴ്സണൽ ലൈഫ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സത്യം അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയുന്ന വാക്ക് തന്നെ നമ്മൾ ചെയ്യണം. അവർ തോട്ട് ഷുഡ് ഫോളോ, അവർ ആക്ഷൻ ഷുഡ് ഫോളോ അവർ തോട്ട്സ് അല്ലേ. നമ്മൾ ആലോചിക്കുന്നത് തന്നെ ഷുഡ് കം ആസ് അവർ ആക്ഷൻ. സോ ഈ കാലഘട്ടത്തിൽ ഫേക്ക് ന്യൂസ് നിങ്ങൾക്കറിയാം അല്ലേ. സോ എവിടെ നോക്കിയാലും ഫേക്ക് ന്യൂസും അതല്ലാത്ത കറപ്ഷൻ, അതുകൂടാതെ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നിട്ടുണ്ട് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സത്യം ഇല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു നറേറ്റീവ് തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. സോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നറേറ്റീവ് മുമ്പോട്ട് കൊണ്ടുവരികയാണ്. സോ അങ്ങനെ ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ സമയത്തിൽ ഹൗ ക്യാൻ വി ഫോളോ സത്യ? സത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ദ ലൈറ്റ് ഓഫ് അവർ ലൈഫ്. അതാണ് that should show the way of our life. പിന്നെ മൂന്നാമത്തെ പ്രിൻസിപ്പലാണ് സിംപ്ലിസിറ്റി. ഗാന്ധിജിയെ നോക്കുമ്പോൾ നമുക്കറിയാം, വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ വെരി മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. വളരെ മിനിമലിസ്റ്റാണ്. ഖാദി ഉടുപ്പ് ധരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം കഴിക്കും, വളരെ സിമ്പിളായിട്ടുള്ള കിടപ്പിലാണ് അവർ ഉറങ്ങുന്നത്. ആ ഒരു ലൈഫ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൺസ്യൂമറിസം കൂടുതലുള്ള ഒരു സമയമാണ്. എവിടെ നോക്കിയാലും അഡ്വർടൈസ്മെൻറ്റ്സ്, ഇത് വാങ്ങണം, അത് വാങ്ങണം, ഇവിടെ പോകണം, ഇത് കിട്ടിയാൽ നിങ്ങൾ യു വിൽ ബി വെരി ഹാപ്പി. പക്ഷെ അത് പിന്നിൽ പോയാലല്ലേ യു വിൽ നോട്ട് ഗെറ്റ് ഹാപ്പിനെസ് അല്ലേ. ദർ ഈസ് നോ ഹാപ്പിനെസ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. ഇപ്പോൾ ഹാപ്പി
be for the sake of happiness. We should be happy because we are genuine people, and we have got sufficient amount to lead a good life. If you go behind the materialistic life, adu koreyilla. What is recently Karnataka lo case aanu. A prominent actor has been arrested for gold smuggling. നോക്കുമ്പോൾ വളരെ ഫേമസ് ആക്ടറാണ്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഗോൾഡ് കേസിൽ പെട്ടുപോയി. സോ വാട്ട് വാസ് ദ നീഡ്? ഇന്ന് പറഞ്ഞാൽ ഗ്രീഡിക്ക് ഒരു ലിമിറ്റ് ഇല്ല. ദർ ഇസ് നോ ലിമിറ്റ് ടു ഗ്രീഡ്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി യു വിൽ നോട്ട് റീച്ച് ഹാപ്പിനെസ്. സോ ഇപ്പോഴും ആ ഒരു ഗാന്ധിജിയുടെ ആ സിംപ്ലിസിറ്റി അത് തീർച്ചയായിട്ടും ഇപ്പോഴും റിലവൻ്റാണ്. പിന്നെ നാലാമത്തത് സ്വരാജ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ്. നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു പ്രിൻസിപ്പലാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അഞ്ചാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സേവ, കമ്പാഷൻ, സർവീസ് ടു ദ ഹ്യൂമൻ കൈൻഡ്, അല്ലേ? ബിക്കോസ് നമ്മളെല്ലാവരും ഒരേ വിധത്തിലുള്ള ഫാമിലി ജനിച്ചവരായിരുന്നില്ല. സം ഓഫ് us may be more privileged, അല്ലേ? നമ്മുടെ ഒരു കുടുംബ സാഹചര്യവും നമ്മുടെ വളർന്നു വന്ന ഒരു എൻവയൺമെൻറ്റ് മേ ബി വി ആർ ലിറ്റിൽ ബിറ്റ് മോർ കേപ്പബിൾ. പക്ഷെ ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട് ഹു നീഡ് a little bit of support, a little bit of ഈവൻ കുറച്ച് കൗൺസിലിംഗ് കൊടുത്താലും അവരുടെ ഒരു ജീവിത നിലവാരം ഉയർത്താൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഒരു ലൈഫിലെ ഒരു സാഹചര്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള സമയത്തിൽ സ്പെഷ്യലി യൂത്ത്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ഏജിൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഹാസ് മെയ്ഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാൻഡേറ്ററി, അല്ലേ? റീസെൻറ്റ് 2012 ആ നിയമം വന്നിട്ടുള്ളത്. സോ നോട്ട് ജസ്റ്റ് കോർപ്പറേറ്റ്സ്, ഈവൻ ഇൻഡിവിജ്വൽസ് കൂടി അതൊക്കെ പണം ചെലവാക്കണമെന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ ഒരു സേവാ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ഒരു സർവീസ് കൊടുക്കാൻ പറ്റും. ഈ സംസ്ഥാനത്തിന്, ഈ രാജ്യത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 5 പ്രിൻസിപ്പൽ, അഹിംസ, സത്യ, സിംപ്ലിസിറ്റി, സ്വരാജ്, സേവ, ഈ 5 പ്രിൻസിപ്പലും 100 വർഷം ശേഷവും റിലവൻ്റാണ്. ഇന്നൊരു 400 വർഷം കഴിഞ്ഞ് 500 വർഷം ശേഷവും ഇത് റിലവൻ്റ് തീർച്ചയായിട്ടും ആയിരിക്കും. അതാണ് ഒരു ഗാന്ധിജിയുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ഒരു ശ്രമം ശിവഗിരി ആശ്രമവും ഹരിജൻ സേവക സംഘവും പിന്നെ ശാന്തിഗിരി ആശ്രമം, ശബരി ആശ്രമത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് വന്നത് വളരെ നല്ല കാര്യമാണ്. റിലീജിയസ് ഡിഫറൻസസ് കൂടുന്ന ഈ സമയത്തിൽ നാളെ രാവിലെ 10 മണിക്ക് ഞാനൊരു കമ്മ്യൂണൽ ഹാർമോണിയം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ബിക്കോസ് അത് എല്ലാ മാസവും തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് ഒരു നിർദ്ദേശമുള്ളത്. ഒരു റിലീജിയസ് ഡിഫറൻസസ് കുറേ നന്നായിട്ട് വന്നിരുന്ന സമയത്തിൽ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ദ ഇംപ്രൂവ്മെൻറ്റ്സ് ദാറ്റ് വി റിസീവ്, ഒരു നല്ല കേരളം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മതസൗഹൃദമുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ്. ബിക്കോസ് ഐ കം ഫ്രം എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, സോ ഐ സി ഒരേ ഏരിയയിൽ ചർച്ചും ഉണ്ടായിരിക്കും, അമ്പലം ഉണ്ടായിരിക്കും, മോസ്കും ഉണ്ടായിരിക്കും, പക്ഷെ നല്ല സൗഹൃദമായിട്ടുണ്ടായിരിക്കും. റീസെൻ്റ്ലി ആട്ടുകൽ പൊങ്കാല സമയത്തിൽ ഒരു മോസ്കും ആട്ടുകൽ പൊങ്കാല ചെയ്യുന്ന വനിതകൾക്ക് കുറേ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു നല്ല സൗഹൃദമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ അങ്ങനെയാണെങ്കിലും കുറച്ച് അതിലൊരു ഡിസ്റ്റർബൻസ് ഇപ്പോൾ കാണുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസവും കമ്മ്യൂണൽ ഹാർമോണിയം മീറ്റിംഗ് തീർച്ചയായിട്ടും കലക്ടറുടെ നേതൃത്വത്തിൽ SP-യുടെ പ്രസൻസിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നാളെ എടുക്കാൻ പോവുകയാണ്. ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പ്രോഗ്രസ്, നല്ല പ്രോഗ്രസ് വന്നതിന് സമയത്തിൽ അത് തിരിച്ചു പോകാൻ പാടില്ല, അങ്ങനെ തന്നെ അവർ പിടിച്ചു വെക്കേണ്ടതുണ്ട്. ഇവിടെ സ്വാമിജി കുറേ സോഷ്യൽ ചേഞ്ചസിലെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ ശ്ലാഘനീയമാണ്. അത് സൊസൈറ്റി തന്നെ തീർച്ചയായിട്ടും ഏറ്റെടുത്തിട്ട് അത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് വെരി പ്രോഗ്രസീവ് തോട്ട് ഫ്രം ദി സ്വാമിജീസ് പാർട്ട്. ഐ വിഷ് ഈ ഒരു സെന്റിനറിക്ക് എൻ്റെ എല്ലാ സ്നേഹാർപ്പണങ്ങളും ഉണ്ടായിരിക്കും. ഈ ഒരു പരിപാടി, ഈ ഒരു സെന്റിനറി സെലിബ്രേഷൻ എല്ലാവരുടെ
ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു.